മെഡിക്കൽ ടേംസ് മെയ്ഡ് ഈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജോയിൻസിൻ്റെ ടൈപ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ അന്ന് നമ്മൾ 3 ടൈപ്സ് പറഞ്ഞിരുന്നു: ഇമ്മൂവബിൾ ജോയിൻസ്, പാർഷ്യലി മൂവബിൾ ജോയിൻസ് ആൻഡ് ഫ്രീലി മൂവബിൾ ജോയിൻസ്. സോ ഫ്രീലി മൂവബിൾ ജോയിൻസിൻ്റെ വേറൊരു പേരാണ് സൈനോവിയൽ ജോയിൻസ്. ഓക്കെ, ഡൈആർത്രോസിസ് എന്നും പറയും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ സൈനോവിയൽ ജോയിൻറ്റ് അല്ലെങ്കിൽ ഫ്രീലി മൂവബിൾ ജോയിൻറ്റിൻ്റെ പാർട്സിനെ പറ്റിയാണ്. സോ സൈനോവിയൽ ജോയിൻസിന് എന്താ പറയുക, ഇത്രയും ഫ്രീ മൂവ്മെൻറ്റ് കൊടുക്കുന്നത്, ഫ്രീ മൂവ്മെൻറ്റ് അതിന് പോസിബിൾ ആവുന്നത് അതിൻ്റെ ഒരു പ്രത്യേക സ്ട്രക്ചർ കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ മറ്റ് 2 ടൈപ്സ് ഓഫ് ജോയിൻസിന് ഇത്രയും മൂവ്മെൻറ്റ്സ് പറ്റാത്തത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താണ് ഈ സൈനോവിയൽ ജോയിൻറ്റിൻ്റെ പാർട്സ് എന്ന് നോക്കാം. സോ നമുക്കറിയാലോ, എല്ലാ ജോയിൻസിലും 2 ബോണുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. 2 അല്ലെങ്കിൽ 2-ൽ കൂടുതലോ ബോൺസ് തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ടാവും, തമ്മിൽ കൂടിച്ചേരുന്ന ഒരു ഏരിയ. അതിനാണ് നമ്മൾ ജോയിൻറ്റ് എന്ന് എപ്പോഴും പറയുക. സോ ഇവിടെയും നമുക്ക് കാണാം, ഇപ്പോൾ രണ്ട് ബോൺസ് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഈ ജോയിൻറ്റിന് വേറൊരു പേരുണ്ട്, ആർട്ടിക്കുലേഷൻ എന്നും പറയും. ആർട്ടിക്കുലേഷൻ ജോയിൻറ്റിൻ്റെ വേറൊരു പേരാണത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ആർട്ടിക്കുലേഷൻ ഓർ എ ജോയിൻ ബിറ്റ്വീൻ 2 ബോൺസ്. ആ ബോൺ എൻസിനെ നമുക്കിവിടെ കാണാം അല്ലെ, 2 ബോൺ എൻസ് തമ്മിലിങ്ങനെ കൂട്ടിമുട്ടുന്നു. സോ എപ്പോഴും ഈ സൈനോവിയൽ ജോയിൻറ്റിൽ വരുന്ന ആ ബോണുകളുടെ അറ്റങ്ങൾ, ബോണുകളുടെ തമ്മിൽ ഉരസുന്ന ആ ബോൺ എൻസിനെ കുഷ്യനിങ് ആയിട്ട്, ഒരു പ്രൊട്ടക്ഷനായിട്ട്, ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് ഒരു കാർട്ടിലേജ് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഈ റെഡായിട്ട് ഇവിടെ ബോൺ എൻസിൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്ന് പറയും. ആർട്ടിക്കുലർ കാർട്ടിലേജ്, ദാറ്റ് മീൻസ് കാർട്ടിലേജ് നമ്മുടെ ബോഡിയിൽ വേറെ പലയിടങ്ങളിലും ഉണ്ടല്ലോ. സോ ദിസ് ഇസ് കോൾഡ് ആർട്ടിക്കുലർ കാർട്ടിലേജ്. കാരണം ആർട്ടിക്കുലാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിക്കുലേഷൻ, ജോയിൻറ്റിൻ്റെ ഭാഗത്ത് കാണുന്ന കാർട്ടിലേജ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ദാറ്റ് പർട്ടിക്കുലർ കാർട്ടിലേജ് ഫൗണ്ട് അറ്റ് ദ ബോൺ എൻഡ്സ് ഇൻ എ ജോയിൻറ്റ്. ആ ബോൺ എൻഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു ജോയിൻറ്റിൽ കാണുന്ന കാർട്ടിലേജിനെയാണ് നമ്മൾ ആർട്ടിക്കുലാർ കാർട്ടിലേജ്. ആർട്ടിക്കുലാർ എന്ന് വെച്ചാൽ ഒരു ജോയിൻറ്റിനെ സംബന്ധിക്കുന്നത് എന്നർത്ഥം, പെർട്ടൈനിങ് ടു എ ജോയിൻറ്റ്. ഓക്കെ, അതാണ് അങ്ങനെ ഒരു പേര് അതിനിട്ടിരിക്കുന്നത്, ആർട്ടിക്കുലർ കാർട്ടിലേജ്. സോ ഈ ആർട്ടിക്കുലർ കാർട്ടിലേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ജോയിൻറ്റിന് ഒരു ഫ്ലെക്സിബിലിറ്റി കീപ്പ് ചെയ്യുന്നതിൽ. ഓക്കെ, അതിന് ആ ഒരു തേയ്മാനമൊന്നും വരാതെ നോക്കുന്നതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആർട്ടിക്കുലർ കാർട്ടിലേജ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഈ 2 ബോൺ എൻഡ്സും, അതായത് ആ ജോയിൻറ്റിൽ വരുന്ന 2 ബോൺ എൻഡുകളെയും പൊതിയുന്നത്, കവർ ചെയ്യുന്നത്, ഇപ്പം ഞാനിതിൽ ഒരു ബ്ലാക്ക് കളറായിട്ട് കാണിച്ചിട്ടുണ്ട് ഏറ്റവും പുറമെ. ഇതാണ് ഒരു ഫൈബ്രസ് ജോയിൻറ്റ് ക്യാപ്സ്യൂൾ എന്ന് പറയും. ക്യാപ്സ്യൂൾ മീൻസ് ഇറ്റ്സ് എ കവറിങ്, ഒരു കട്ടിയുള്ള ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കവറിങ് ആണ് ഈ ജോയിൻറ്റിനകത്തുള്ള സ്ട്രക്ചേഴ്സിനൊക്കെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഏറ്റവും പുറമേ ഉണ്ടാവുക. മിക്കവാറും എല്ലാ ഈ പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചേഴ്സും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടാണ്. ഇപ്പം ഞാൻ ബോൺ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ബോണിൻ്റെ കവറിങ് ആണ് പെരിയോസ്റ്റിയം എന്ന് പറയുന്നത്. അതും ഒരു ഫൈബ്രസ് കവറിങ് ആണ്. ഇനി നമ്മൾ മസിലിൻ്റെ കവറിങ് പഠിക്കും മസിൽസിലേക്ക് വരുമ്പോൾ, ദാറ്റ് ഇസ് കോൾഡ് ഫേഷ്യ. അതേപോലെ ഒരു ജോയിൻറ്റിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന, സൈനോവിയൽ ജോയിൻറ്റിലുള്ള ആ ബോൺ എൻസിനെ കവർ ചെയ്യുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടുള്ള ഒരു ജോയിൻറ്റ് ക്യാപ്സ്യൂളാണ്. ജോയിൻറ്റ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ആർട്ടിക്കുലാർ ക്യാപ്സ്യൂൾ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ഏറ്റവും പുറമേ കാണുന്നത്. ഈ ജോയിൻറ്റ് ക്യാപ്സ്യൂള് ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടുള്ളത്, കണക്റ്റീവ് ടിഷ്യൂ തന്നെയാണ് ഫൈബ്രസ് ടിഷ്യൂ. സോ ആ ജോയിൻറ്റ് ക്യാപ്സ്യൂളിൻ്റെ അകത്തായിട്ട് നമുക്കൊരു ലൈനിങ് പോലെ, ഒരു ഗ്രീനിഷ് ആയിട്ടൊരു ലൈനിങ് കാണാം. ഇതാണ് സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറയും. അതൊരു എപ്പിത്തീലിയൽ ലൈനിങ് ആണ്, സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറയും. സോ ഈ മെംബ്രെയിൻ ആക്ച്വലി സൈനോവിയൽ, നമ്മൾ ഈ ക്യാവിറ്റി കണ്ട, ഈ ജോയിൻറ്റിന് അകത്തൊരു ക്യാവിറ്റി കാണാം, ഈ വൈറ്റായിട്ട് 2 ബോൺ എൻഡ്സിൻ്റെ ഇടയിലൊക്കെയുള്ള ക്യാവിറ്റി. അപ്പോൾ ഈ ക്യാവിറ്റിയെ കോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ലൈൻ ചെയ്യുന്നത് ഈ സൈനോവിയൽ മെംബ്രെയിൻ ആണ്. ഓക്കെ, ആ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് ഇങ്ങനെ വരുന്ന, ഫുള്ളായിട്ട് ക്യാപ്സ്യൂളിൻ്റെ അകത്ത് കോട്ട് ചെയ്ത് ഫൈനലി നമ്മുടെ ഈ ജോയിൻറ്റ് ക്യാവിറ്റിയുടെ ഒരു ഇന്നർ സർഫസ് ഫോം ചെയ്യുന്നത് ഈ സൈനോവിയൽ മെംബ്രെയിൻ ആണ്. അപ്പോൾ ഈ സൈനോവിയൽ മെംബ്രെയിനിന് ഒരു സെക്രീഷനും ഉണ്ടാക്കാൻ പറ്റും. അതാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. കുറച്ച് കട്ടിയുള്ള
ഈ സൈനോവിയൽ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ സിമിലർ ടു ദ വൈറ്റ് ഓഫ് എഗ് എന്നാണ്, നമ്മുടെ മുട്ടയുടെ വെള്ളയുടെ പോലെ. അതുപോലെ അത് അത്രയും അത് കുറച്ച് കട്ടിയുള്ളതാണല്ലോ, ഒരു വിസ്കസ് അല്ലേ, ഏതാണ്ട് അതേപോലത്തെ ഒരു ഫ്ലൂയിഡ്. അതുകൊണ്ടാണ് ഈ സൈനോവിയൽ എന്ന പേര് വരുന്നത്. അപ്പോൾ ഈ സൈനോവിയൽ മെംബ്രെയിൻ ഇസ് ലൈനിങ് ദറ്റ് ഇന്നർ ആസ്പെക്ട് ഓഫ് ദ സൈനോവിയൽ ജോയിൻറ്റ്. മാത്രമല്ല ഇറ്റ് ഇസ് പ്രൊഡ്യൂസിങ് എ ഫ്ലൂയിഡ് കോൾഡ് കട്ടിയുള്ളൊരു ഫ്ലൂയിഡ്, സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ സൈനോവിയൽ ഫ്ലൂയിഡ് ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതൊരു ലൂബ്രിക്കേഷൻ, അതിങ്ങനെ ഫില്ല് ചെയ്ത് നിറഞ്ഞിരിക്കുകയല്ല, ബട്ട് ജസ്റ്റ് ടു ലൂബ്രിക്കേറ്റ് ആൻഡ് റിഡ്യൂസ് ഇറ്റ് ഫ്രിക്ഷൻ വിത്തിൻ ദ ജോയിൻറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വാതിലിലൊക്കെ എണ്ണ ഒഴിച്ച് അതിനെ ഒരു ഫ്രിക്ഷൻ ഇല്ലാതാക്കില്ലേ, അപ്പോൾ അതുപോലെ ഇവിടെ ഒരു ഫ്രിക്ഷൻ റിഡ്യൂസ് ചെയ്യാനും, മാത്രമല്ല ഈ സൈനോവിയൽ ഫ്ലൂയിഡിനകത്ത് അത്യാവശ്യം ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്, ഈ ജോയിൻറ്റ് സ്ട്രക്ചേഴ്സിനെയൊക്കെ നറിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ ഇതാണ്, ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുക അത്യാവശ്യം ജോയിൻറ്റിന്. അലോങ് വിത്ത് ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ നറിഷിങ് ദ ജോയിൻറ്റ് സ്ട്രക്ചേഴ്സ്. സോ ഒരു ന്യൂട്രീഷണൽ ഫങ്ഷനും ഉണ്ട് അതിന്, ഒരു ലൂബ്രിക്കേറ്ററും കൂടിയാണത്. ഓക്കെ, അപ്പോൾ ഈ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത് സൈനോവിയൽ മെംബ്രെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ശരിക്കും ഒരു ജോയിൻറ്റിൻ്റെ പ്രധാന ഭാഗങ്ങൾ, സൈനോവിയൽ ജോയിൻറ്റിൻ്റെ പ്രധാന ഭാഗങ്ങൾ. 2 ബോൺ എൻഡ്സ് ഉണ്ടാവും, അവിടെ മീറ്റ് ചെയ്യുന്ന ബോൺ എൻഡുകൾ. ആ ബോൺ എൻഡ്സിനെ അവർ തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവാതിരിക്കാൻ, വെൻ ദേ ആർ മൂവിങ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ, അവിടെ ഒരു ആർട്ടിക്കുലർ കാർട്ടിലേജ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് ബോൺ എൻഡ്സ് and the whole joint will be covered and protected by a joint capsule, fibrous joint capsule or articular capsule. And then within the articular capsule എന്തുണ്ട്, ഒരു സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, സൈനോവിയൽ മെംബ്രെയിൻ ആണ് ആ ക്യാപ്സ്യൂളിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ കോട്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് ലൈനിങ് ദറ്റ് സൈനോവിയൽ ക്യാവിറ്റി. ഓക്കെ, ആൻഡ് ദിസ് മെംബ്രെയിൻ ഇസ് പ്രൊഡ്യൂസിങ് എ ഫ്ലൂയിഡ് കോൾഡ് സൈനോവിയൽ ഫ്ലൂയിഡ്. So what are the functions of the fluid? To nourish and lubricate the joint structures. പിന്നെ ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ കാർട്ടിലേജിൻ്റെ കാര്യം. ഇത്രയുമാണ് ഒരു സൈനോവിയൽ ജോയിൻറ്റിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഈ സൈനോവിയൽ ജോയിൻസുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ കാണുന്ന സൈനോവിയൽ ജോയിൻസ് കൂടുതലും കാണുന്നത് നമ്മുടെ എക്സ്ട്രിമിറ്റീസിലാണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും ഫ്രീ മൂവ്മെൻറ്റ് വേണ്ടത്. നമ്മുടെ ഷോൾഡർ, എൽബോ, നമ്മുടെ റിസ്റ്റ്, അതുപോലെ കാലുകളിലാണെങ്കിലും ഹിപ്പ്, നീ, ദെൻ ആങ്കിൾ, ഇതുപോലുള്ള ജോയിൻസിനാണ് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് വേണ്ടത്. അപ്പോൾ അവിടെയാണ് കൂടുതലും സൈനോവിയൽ ജോയിൻസ് കാണുക. അപ്പോൾ ഈ സൈനോവിയൽ ജോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന വേറെ ചില സ്ട്രക്ചേഴ്സും കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ് അലോങ് വിത്ത് സൈനോവിയൽ ജോയിൻറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലിഗമെൻറ്റ്സ് ആൻഡ് ടെൻഡൻസ് എന്ന് പറയും. എപ്പോഴും ഈ ജോയിൻസിനോട്, സൈനോവിയൽ ജോയിൻസിനോട് പ്രത്യേകിച്ചും ചേർന്ന് കാണുന്ന, അവരുമായിട്ടിങ്ങനെ വളരെ അസോസിയേറ്റഡ് ആയിട്ട് കാണുന്ന 2 സ്ട്രക്ചേഴ്സ്. ഇവരും ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടാണ് ഇവരെയും ഉണ്ടാക്കിയിരിക്കുന്നത്. ബട്ട് ഫൈബ്രസ് ടിഷ്യൂ ബാൻഡ്സ് എന്ന് പറയും, ഇങ്ങനെ റിബൺ പോലെ ഇങ്ങനെ പരന്നിരിക്കും. ഓക്കെ, ഫൈബ്രസ് ടിഷ്യൂ ബാൻഡ്സ്, അതാണ് ഈ ലിഗമെൻറ്റ്സ് ആൻഡ് ടെൻഡൻസ്. ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടുള്ള പരന്നിങ്ങനെ ഒരു ഫ്ലാറ്റായിട്ട് വളരെ പരന്ന ഷീറ്റ് പോലെ ഇരിക്കുന്ന ഫൈബ്രസ് ബാൻഡുകളാണ് ലിഗമെൻറ്റ് ആൻഡ് ടെൻഡൻ. ഓക്കെ, സോ ഇവരെ നമുക്ക് എപ്പോഴും ഈ ജോയിൻസിനോട്, പ്രത്യേകിച്ച് സൈനോവിയൽ ജോയിൻസിനോട് ചേർന്ന് കാണാം. ആദ്യം നമുക്ക് ലിഗമെൻറ്റ് എന്താണെന്ന് നോക്കാം. ലിഗമെൻറ്റ് എന്ന് പറയുന്നത് അഗെയിൻ ഇറ്റ്സ് എ ഫൈബ്രസ്, ഞാൻ പറഞ്ഞല്ലോ ഫൈബ്രസ് ബാൻഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, വിച്ച് ഇസ് ടു ആങ്കർ വൺ ബോൺ ടു അനദർ. കണ്ടോ, ഞാനിപ്പോൾ ഇതിൽ കാണിച്ചേക്കുന്ന പോലെ ഒരു ബോണിനെ മറ്റൊരു ബോണിലേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തുക, അവരെ തമ്മിലിങ്ങനെ യോജിപ്പിച്ച് അവരെ ചേർത്ത് കൂട്ടി നിർത്തുന്ന ഒരു ഫൈബ്രസ് ബാൻഡാണ് ലിഗമെൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ലിഗമെൻറ്റ്സ് എപ്പോഴും ജോയിൻസിൻ്റെ അടുത്ത് കാണുന്നത്, കാരണം അവിടെയാണ് ബോണുകൾ തമ്മിൽ ചേർന്ന് നിൽക്കേണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ബോണിൻ്റെ മറ്റു ഭാഗങ്ങളിലൊന്നും അങ്ങനെ ലിഗമെൻസിനെ വരണം എന്നില്ല. ലിഗമെൻസ് ഉള്ളത് എവിടെയാണ് ബോണുകളിൽ ചേർന്ന് നിൽക്കേണ്ടത്, അതായത് ജോയിൻസിൽ. സോ ദാറ്റ്സ് വൈ ലിഗമെൻറ്റ്സ് ആർ ഫൗണ്ട് നിയർ ജോയിൻസ്. ഓക്കെ, സോ ഒരു ജോയിൻറ്റിൽ ആ ബോണുകൾ തമ്മിലിങ്ങനെ ചേർന്ന് നിൽക്കുന്നു. അവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു തമ്മിൽ ചേർന്ന് നിൽക്കേണ്ട ആ ഒരു ഫോഴ്സ് ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് ഇവർ, ലിഗമെൻറ്റ്സ്. ഓക്കെ, അതാണ് നമ്മൾ ആങ്കർ ചെയ്യുന്നു എന്ന് പറയുന്നത്. ദ ആങ്കർ വൺ ബോൺ ടു അനദർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട്
ലിഗമെൻറ്റ്സ് എപ്പോഴും ജോയിൻസിനോട് ചേർന്നുണ്ടാവും. ചില ലിഗമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഈ കണ്ടില്ലേ, ഈ ക്യാപ്സ്യൂളിൻ്റെ പുറത്തായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ അവർ പറയും എക്സ്ട്രാ ക്യാപ്സുലാർ ലിഗമെൻറ്റ്സ്, എക്സ്ട്രാ ആർട്ടിക്കുലർ ആണ്. അവർ ജോയിൻറ്റിൻ്റെ പുറത്ത്, ക്യാപ്സ്യൂളിൻ്റെ പുറത്ത് ഇങ്ങനെ ഇവിടെ ഈ ബോണിൽ നിന്ന് ഇങ്ങനെ ഈ ബോണിലേക്ക് കണ്ടോ. അപ്പോൾ അവർ ക്യാപ്സ്യൂളിനെ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യും, ക്യാപ്സ്യൂളിന് തന്നെ ഒരു സ്ട്രെങ്ത് കൊടുക്കും. ഇനി ചില ജോയിൻറ്റ്സ് അങ്ങനെ ആയിരിക്കില്ല, ഈ നമ്മുടെ ജോയിൻറ്റിനകത്ത് ഇപ്പോൾ ഇതേപോലെ കണ്ടോ, ആ ഒരു ബോണിനെ മറ്റേ ബോണുമായിട്ട് ചേർത്ത് നിർത്തും. അപ്പോൾ അവർ ശരിക്കും ഇൻട്രാ ആർട്ടിക്കുലർ ലിഗമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ലിഗമെൻറ്റിൻ്റെ ഫങ്ഷൻ. ലിഗമെൻറ്റ് ഇസ് എ ഫൈബ്രസ് ബാൻഡ് which is connecting one bone to another, a bone and bone. ഓക്കെ, ഇനി ഇതേമാതിരി ടെൻഡൻസ് ആണ് അടുത്ത്. ടെൻഡൻസും ഏതാണ്ട് സ്ട്രക്ചറലി ഇവരോട് സിമിലർ ആണ് നമ്മുടെ ലിഗമെൻസിനോട്. ഓക്കെ, ദാറ്റ്സ് വൈ അങ്ങനെ എത്രയൊരു കമ്പാരിസൺ വരുന്നു. അതുകൊണ്ടാണ് ദേ ആർ ഓൾമോസ്റ്റ് സിമിലർ സ്ട്രക്ചേഴ്സ്, ബട്ട് ദ ഫങ്ഷൻ ഇസ് ഡിഫറെൻറ്റ്. ടെൻഡൻസ് എന്ന് പറയുന്നതും ഫൈബ്രസ് ബാൻഡ്സ് ആണ്. പക്ഷെ ഇവരുടെ ജോലി എന്ന് വെച്ചാൽ ഒരു മസിലിനെ ബോണിലേക്ക് അറ്റാച്ച് ചെയ്യുക. അതായത് മസിൽ എന്ന് പറയുമ്പോൾ ബോൺസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മസിൽ, നമ്മൾ സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയും. നമ്മളിനി പഠിക്കാൻ പോകുന്നു വോളണ്ടറി മസിൽസ് അല്ലെ സ്കെലിറ്റൽ മസിൽ അല്ലേ. നമ്മുടെ ഈ ബോണിനെയൊക്കെ മൂവ് ചെയ്യിപ്പിക്കുന്ന ആരാണ്? മസിലുകളാണ്. അപ്പോൾ ഈ ഒരു മസിലിനെ ബോണിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിനാണ് ടെൻഡൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ടെൻഡൻ്റെ ഫങ്ഷൻ. ടെൻഡൻ ഇസ് എ ഫൈബ്രസ് ബാൻഡ് which connects a muscle to a bone. മസിൽസ് എപ്പോഴും വന്ന് ഇൻസേർട്ട് ചെയ്യാനത്, ഒറിജിനേറ്റ് ചെയ്യുന്നത് ബോണിൽ നിന്നായിരിക്കും, ആൻഡ് ഫൈനലി ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഇൻസേർട്ടഡ് ടു എ ബോൺ. ആ ഇൻസേർഷൻ്റെ അവിടെ എപ്പോഴും അത് നേരിട്ട് പോയിട്ട് ബോണിൽ അറ്റാച്ച് ചെയ്യില്ല. മസിൽ ഒരു ഫ്ലഷി ആയിട്ടുള്ള ടിഷ്യൂ ആണല്ലോ, അപ്പോൾ അത് നേരിട്ട് പോയിട്ട് ബോണിൽ അറ്റാച്ച് ചെയ്യില്ല. ആ അറ്റാച്ച്മെൻറ്റ് ഈ പറഞ്ഞ ഒരു ഫൈബ്രസ് റിബൺ ലൈക്ക് ടെൻഡൺ വഴിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഡൻസിൻ്റെ പേര് നിങ്ങൾ നോക്കിക്കോളൂ, മസിലിൻ്റെ പേരായിരിക്കും. എങ്ങനെയാണ് നമുക്ക് ടെൻഡന് പേരിടുക? ദ ടെൻഡൻ വിൽ ബി നോൺ ബൈ ദ നെയിം ഓഫ് ഇറ്റ്സ് മസിൽ, നെയിം ഓഫ് ദ മസിൽ വിച്ച് ഇറ്റ് ഇസ് കണക്റ്റിംഗ് ടു എ ബോൺ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ബൈസെപ്സ് ടെൻഡൻ അല്ലെങ്കിൽ ക്വാഡ്രീസെപ്സ് ടെൻഡൻ ഇങ്ങനെ പറയും. ഇനി ലിഗമെൻറ്റിൻ്റെ പേര് ചില ഫേമസ് ലിഗമെൻസിനൊക്കെ സ്വന്തമായിട്ട് പേരുണ്ട്. ഇപ്പം നമ്മുടെ നീ ജോയിൻറ്റിൻ്റെയൊക്കെ ലിഗമെൻസിൻ്റെ പേര് ക്രൂഷിയേറ്റ് ലിഗമെൻസ് എന്നൊക്കെ പറയും. ഓക്കെ, നീ ജോയിൻറ്റിന് ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ 2 സൈഡിലും ലിഗമെൻസ് ഉണ്ട്. 4 ലിഗമെൻസ് ഉണ്ട്. നീ ജോയിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ലിഗമെൻസ് ആണ് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻസ്, ACL എന്ന് പറയും. ഫുട്ബോൾ കളിക്കുന്നവർക്കും സ്പോർട്സിലൊക്കെ ആക്റ്റീവായിട്ടുള്ളവർക്കും അറിയാമായിരിക്കും. ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ് ACL ഫ്രണ്ടിൽ വരുന്നതാണ്, നീ ജോയിൻ്റെ ഫ്രണ്ടിൽ. ബാക്കിലുള്ളത് പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ്. സോ ദിസ് ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ് ഭയങ്കര കോമൺ ആയിട്ട് ഇതുപോലെ ഇഞ്ചുറീസ് പറ്റുന്ന ഒരു ലിഗമെൻ്റ് ആണ്. പിന്നെ നീ ജോയിൻ്റെ സൈഡ്സിലുണ്ട് കൊലാറ്ററൽസ് എന്ന് പറയും. ദ ലാറ്ററൽ കൊലാറ്ററൽ ലിഗമെൻറ്റ് ആൻഡ് ദ മീഡിയൽ കൊലാറ്ററൽ ലിഗമെൻറ്റ്. അപ്പോൾ അങ്ങനെ 4 വശവും ഈ 2 ബോണുകളെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നുണ്ട് നീ ജോയിൻറ്റിൽ ഈ 4 ലിഗമെൻറ്റ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ലിഗമെൻറ്റ്സ് ചില ഇതുപോലുള്ള ലിഗമെൻറ്റ്സിനൊക്കെ പേരുണ്ടാവും, ബട്ട് ബാക്കി ലിഗമെൻറ്റുകളെല്ലാം നിങ്ങൾ പേര് നോക്കിക്കോളൂ. എന്താണ്, ഏത് ബോണിനെയാണോ അവർ അറ്റാച്ച് ചെയ്യുന്നത്, തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ആ ബോൺസിൻ്റെ പേരായിരിക്കും ലിഗമെൻറ്റ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്കറിയാം ഏത് ജോയിൻറ്റിൽ വരുന്ന ലിഗമെൻ്റ് ആണ് ഇതെന്ന്. ഓക്കെ, അപ്പോൾ ടെൻഡൻസിൻ്റെ പേര് എപ്പോഴും മസിലിൻ്റെ പേരാണ്. ഏത് മസിലാണോ ഈ ടെൻഡൻ ബോണിലേക്ക് കണക്ട് ചെയ്യുന്നത്, ആൻഡ് ദേ വിൽ ബി നോൺ ബൈ ദ നെയിം ഓഫ് ദാറ്റ് മസിൽ. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്കിപ്പോൾ ലിഗമെൻറ്റ്സ് ആൻഡ് ടെൻഡൻസ് ഓൾമോസ്റ്റ് ക്ലിയർ ആയില്ലേ. ഇനി അടുത്തത് ഒരു ആളും കൂടെ നമുക്ക് പരിചയപ്പെടണം, ദാറ്റ് ഈസ് ബർസ. ഇതേപോലെ സൈനോവിയൽ ജോയിൻസുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഒരു സ്ട്രക്ചറാണ് ബർസ. ബർസ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു സാക്ക് ഓഫ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. ജസ്റ്റ് ഒരു സഞ്ചി പോലെ കണ്ടോ. സൈനോവിയൽ ഫ്ലൂയിഡ് നമുക്കറിയാലോ ജോയിൻറ്റിനകത്തുണ്ട് അല്ലേ, ജോയിൻറ്റിനകത്തുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞത് സൈനോവൽ മെംബ്രെയിൻ ഉണ്ടാക്കുന്ന അല്ലേ സൈനോവിയൽ ഫ്ലൂയിഡ്. പക്ഷെ ഇതല്ല, ഇത് ജോയിൻറ്റിന് പുറത്ത് ഒരു സഞ്ചി പോലെ ഒരു സാക്ക് ഓഫ് ഫ്ലൂയിഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു എന്താ പറയുക, ആ ഒരു സാക്കിനെയാണ് നമ്മൾ ബർസ എന്ന് പറയും. അപ്പോൾ എന്തിനാണ് ഈ ബർസ ഈ ജോയിൻറ്റിന് പുറത്തിങ്ങനെ ഒരു സാക്ക് ഓഫ് ഫ്ലൂയിഡ്, സൈനോവിയൽ ഫ്ലൂയിഡ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ജോയിൻ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ്ലി മൂവ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ഇപ്പോഴും നമ്മളത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിക്കൊണ്ടിരിക്കും. സോ സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ലിഗമെൻ്റ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ദർ ഇസ് എ ലിഗമെൻറ്റ് വിച്ച് ഇസ്
എക്സ്ട്രാ ആർട്ടിക്കുലർ ലിഗമെൻറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. ഈ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന പുറത്തുകൂടി നമ്മുടെ ക്യാപ്സ്യൂളിൻ്റെ പുറത്തുകൂടി വന്നിരിക്കുന്ന ഒരു ലിഗമെൻ്റ് ആണ് ഇതെന്ന് വിചാരിച്ചോളൂ. സോ ഈ ലിഗമെൻ്റ് എപ്പോഴും നമ്മൾ ഈ ജോയിൻ്റ് മൂവ് ചെയ്യുമ്പോഴൊക്കെയും ഈ ലിഗമെൻ്റ് എപ്പോഴും ഈ ബോണിൽ ഒരയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് ഇതിന്, അല്ലേ? സോ ഈ ലിഗമെൻറ്റിന് ഈ ബോണിൽ സ്ഥിരമായിട്ട് ഉരഞ്ഞ് തേയ്മാനം വരാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ലിഗമെൻറ്റിനും ഈ ബോണിനും ഇടയിലായിട്ട് ഒരു സാക്ക് ഉണ്ടാവും, ഒരു സാക്ക് ഓഫ് ഫ്ലൂയിഡ് ഉണ്ടാവും. അതാണ് ബേഴ്സയുടെ ഫങ്ഷൻ. അതായത് ജോയിൻറ്റിനോട് അടുത്ത് ഈ ജോയിൻറ്റിൽ കാണുന്ന സ്ട്രക്ചേഴ്സ്, പ്രത്യേകിച്ച് ഈ ലിഗമെൻറ്റ്സ്, ടെൻഡൻസ് ഒക്കെ, അവരൊക്കെ ജോയിൻറ്റിനെതിരെ ഇങ്ങനെ, ഇപ്പം ടെൻഡൻസും ഉണ്ടാവും ഇവിടെ വന്നിട്ട് മസിൽസിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ടെൻഡൻസും ഉണ്ടാവും. സോ ടെൻഡൻസും ചിലപ്പോഴും ഇങ്ങനെ ബോണുമായിട്ട് വളരെ ക്ലോസ് കോണ്ടാക്റ്റിൽ, പൊസിഷനിലായിരിക്കും അവർ മൂവ് ചെയ്യുക. സോ അങ്ങനെ വരുമ്പോൾ ഈ ടെൻഡൻസിനും ലിഗമെൻസിനും ഒക്കെ തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇടയിൽ, ബോണിനും ടെൻഡണിനും ഇടയിൽ, അല്ലെങ്കിൽ ബോണിനും ലിഗമെൻറ്റിനും ഇടയിൽ, ചിലപ്പോഴൊക്കെ ബോണിനും ബോൺ ഭയങ്കര സൂപ്പർഫിഷ്യൽ ആയിട്ടിരിക്കുന്നത്, നമ്മൾ സ്കിന്നിനോട് അടുത്ത്, ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ നമ്മൾ അൾന എന്ന് പറയുന്ന ബോണിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട് ഇവിടെ, ഒളിക്രനോൺ. സോ ഈ ഒളിക്രനോൺ പ്രോസസ്സൊക്കെ സ്കിന്നിൻ്റെ തൊട്ടടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് സ്കിന്നിന് തേയ്മാനം വരാതിരിക്കാൻ ബോണിനും സ്കിന്നിനും ഇടയിൽ, ഇവിടെയാണ് നമ്മൾ ഒളിക്രനോൺ ബേഴ്സ എന്ന് പറയും. ഓക്കെ, സ്കിന്നിനും ബോണിനും, വേർ ദ ബോൺ ഇസ് സോ പ്രോമിനൻറ്റ്, ദ ബോൺ ഇസ് സോ സൂപ്പർഫിഷ്യൽ, ജസ്റ്റ് ബിനീത്ത് ദ സ്കിൻ. അപ്പോൾ സ്കിന്നും ബോണുമായിട്ട് അങ്ങനെ ഉരസും. അപ്പോൾ അവരുടെ ഇടയിലും ബേഴ്സ വരാം. സോ ഇതൊക്കെയാണ് കോമൺ എക്സാമ്പിൾസ് ഓഫ് സൈഡ്സ് വേർ യു ക്യാൻ സീ എ ബേഴ്സ. ഒന്നില്ലെങ്കിൽ ഒരു ലിഗമെൻറ്റിനും ബോണിനും ഇടയിൽ, അല്ലെങ്കിൽ ടെൻഡണിനും ബോണിനും ഇടയിൽ, അല്ലെങ്കിൽ സ്കിന്നിനും ബോണിനും ഇടയിൽ. ഇനിയുണ്ട് എക്സാമ്പിൾ. സോ ദീസ് ആർ ദ മോസ്റ്റ് കോമൺ എക്സാമ്പിൾസ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പെറ്റല്ല, നമ്മുടെ നീ ക്യാപ്പ്, പെറ്റല്ലയുടെ മുന്നിലും മുകളിലും താഴെയും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ബേഴ്സകളുണ്ട്. അപ്പോൾ ഈ ബേഴ്സയുടെ ഉദ്ദേശം ഇതാണ്, ഇതേപോലെ ക്ലോസ് പൊസിഷനിൽ മൂവ് ചെയ്യുന്ന രണ്ട് സ്ട്രക്ചേഴ്സ്, മിക്കവാറും അതിലൊന്ന് ബോണായിരിക്കും. അപ്പോൾ ബോണിനെതിരെ ഇങ്ങനെ ഒരസി മറ്റേത് തേയ്മാനം വരാതിരിക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ ഒരു സാക്ക് ഓഫ് സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് യു കോൾ ബേഴ്സ. പക്ഷെ ചിലപ്പോഴേക്കും ബേഴ്സ് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. പക്ഷെ ചിലപ്പോൾ ബേഴ്സയുടെ മേലെ ഒത്തിരി സ്ട്രെസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്രഷറും സ്ട്രെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ബേഴ്സ തന്നെ ചിലപ്പോൾ ഇൻഫ്ലെയിംഡ് ആവും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് യു കോൾ ബേഴ്സൈറ്റിസ്. ബേഴ്സയുടെ ഇൻഫ്ലമേഷൻ ആണ് ബേഴ്സൈറ്റിസ്. ഭയങ്കര പെയിനൊക്കെ ഉണ്ടാക്കും, നീരും പെയിനും ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ഈ 3 സ്ട്രക്ചേഴ്സിനെയും കൂടെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുക. ലിഗമെൻറ്റ്, ടെൻഡൺ ആൻഡ് ബേഴ്സ. ലിഗമെൻറ്റ് ഇസ് കണക്റ്റിംഗ് ബിറ്റ്വീൻ ബോൺ ആൻഡ് ബോൺ, അല്ലേ? ഒരു ഫൈബ്രസ് ടിഷ്യൂ ആണ്. ടെൻഡൺ ഇസ് ഓൾസോ എ ഫൈബ്രസ് ബാൻഡ് വിച്ച് കണക്ട്സ് എ മസിൽ ടു എ bone, and bursa is a sac of synovial fluid which is between two structures which are moving against each other. Okay, so that's all about synovial joint. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ ഇനി നമുക്ക് മസിൽസിനെ പറ്റി, പിന്നെ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടി ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഏതൊക്കെയാണ് സൈനോവിയൽ ജോയിൻറ്റിന് എക്സാമ്പിൾ, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഹിഞ്ച് ജോയിൻറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, പിവറ്റ് ജോയിൻറ്റ്, അതുപോലെ സാഡിൽ ജോയിൻറ്റ്, ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കൂടുതലും സൈനോവിയൽ ജോയിൻറ്റിന് എക്സാമ്പിളായിട്ട് പറയുക. ഓക്കെ, സോ അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇനി ജോയിൻറ്റ് ഡിസീസസ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം അനാറ്റമി ഒക്കെ ഫിനിഷ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മസിൽസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സോ വീഡിയോസൊക്കെ കാണുക, ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക ഇനി ഏതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ടോപ്പിക് വരണം എന്നുള്ളത് സജസ്റ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ഡിസീസുകൾ ഏതൊക്കെ വേണമെന്ന്. സോ അതുപോലെ നമ്മളിനി വീഡിയോ ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.